അസുഖം ഭേദമായിട്ടും 35 വർഷത്തിലധികമായി പുറം ലോകവുമായി ബന്ധമില്ലാത്ത നിരവധി ജീവിതങ്ങൾ ഇവിടെയുണ്ട്. കിടത്തി ചികിത്സ ആവശ്യമില്ലാത്തവരാണ് പകുതിയിലധികവും. രോഗം ഭേദമായാൽ ഡിസ്ചാർജ് ചെയ്യണമെന്നാണ് നിയമം. എന്നാൽ വീട്ടുകാർ ഏറ്റെടുക്കാൻ തയ്യാറാവാത്തതാണ് ഇത്തരക്കാരുടെ പുനരധിവാസം പ്രതിസന്ധിയിലാക്കുന്നത്. മരുന്നുകൊണ്ട് മാത്രം സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. അല്ലെങ്കിൽ ഫാമിലീൻ്റെ സപ്പോർട്ട് വേണം. ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തതാണ് ബേസിക് പ്രോബ്ലം. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റിന് അങ്ങേയറ്റം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമും പ്രോജക്റ്റും ഉണ്ടാവണം. നിലവിൽ 400-ലധികം അന്തേവാസികൾ ആശുപത്രിയിലുണ്ട്. 150 സ്ത്രീകളും 278 പുരുഷന്മാരും. ഇതിൽ 99 പേർ ഇതര സംസ്ഥാനക്കാരാണ്. ഇവരെ തിരിച്ചറിഞ്ഞാലും ചിലപ്പോൾ ബന്ധുക്കൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല. നിലവിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രധാന പുനരധിവാസ കേന്ദ്രമായ ആശാഭവനും തിങ്ങി നിറഞ്ഞ അവസ്ഥയാണ്. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് പ്രവേശിച്ച 100ഓളം ജീവിതങ്ങൾക്ക് ഇനി വേണ്ടത് സർക്കാരിന്റെ കരുണ ഒന്ന് മാത്രമാണ്. ഷഹദ് റഹ്മാൻ, റിപ്പോർട്ടർ, കോഴിക്കോട്.